ഡാറ്റ സ്ട്രക്ചറിന്റെ 2019 സ്കീമിന്റെ എക്സാം നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം എക്സാം വരുന്നുണ്ട്. ആകെ ഒരു ദിവസം നമ്മുടെ ഫ്രണ്ടിലുണ്ട് അല്ലെ. ഈ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ എക്സാം വളരെ പെട്ടെന്ന് പഠിച്ച് പാസ്സാകാം. അതിനുള്ള കുറച്ച് എക്സാം ടിപ്സുമായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡാറ്റ സ്ട്രക്ചറിന്റെ സിലബസ് എടുത്തിട്ട് സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഇങ്ങനെ ഓരോ ആൾക്കാരെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് വാട്ട് ഈസ് ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചർ എന്താണ്? ഡാറ്റ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻ. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ, അതിനകത്ത് ലീനിയർ, നോൺ ലീനിയർ, ദെൻ ലീനിയറിനകത്ത് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആരൊക്കെയാണ്. ഡാറ്റ സ്ട്രക്ചർ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് മാത്രമേ മറ്റുള്ള ടോപ്പിക്സിലേക്ക് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയോ? നേരെ പോയിട്ട് ഫിഫ്ത്ത് മൊഡ്യൂൾ 5-നകത്ത് പോയിട്ട് ഹാഷിംഗ് ആദ്യം പഠിക്കാം. ഹാഷിംഗിന്റെ അൽഗോറിതംസ് ഒക്കെ ഉണ്ട്. ഹാഷിംഗ് പഠിക്കുമ്പോൾ ഹാഷിംഗ് എന്താണ്, ഹാഷ് ടേബിൾ എന്താണ്, ഹാഷ് ഫംഗ്ഷൻ, അതിനകത്ത് നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. 4 മെത്തേഡ്സ് വരെ ചോദിക്കുന്നുണ്ട്. അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ഹാഷ് കൊളിഷൻ എന്താണ്, കൊളിഷൻ റിസോൾവിംഗ് ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ ഇത് കൊളിഷൻ റിസോൾവിംഗ് ടെക്നിക്സും ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഹാഷിംഗ് എന്ന് പറയുന്ന ടോപ്പിക് എടുത്ത് ആദ്യമേ പഠിച്ചു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് ഒരു എസ്എ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് കിട്ടും. ഐ തിങ്ക് ഒരു 1 hour മാക്സിമം ഒരു 60 minutes കൊണ്ട് ഈ ഒരു ടോപ്പിക് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഹാഷിംഗ് പലപ്പോഴും പലരും പഠിക്കാറില്ല. പക്ഷെ ഈ സബ്ജക്റ്റിലെ ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ പഠിക്കാൻ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് ഹാഷിംഗ്. മൊഡ്യൂൾ 5-നത് ഹാഷിംഗ് മാത്രമേ ഞാൻ പഠിക്കാൻ ഇപ്പൊ പറയുന്നുള്ളൂ. ബാക്കി സോർട്ടിംഗ് ഉണ്ട്. സോർട്ടിംഗ് തൽക്കാലം പെൻഡിങ്ങിലേക്ക് വെച്ചേക്കാം, ലാസ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 1-നകത്ത് ആദ്യം പഠിക്കേണ്ട ടോപ്പിക് സിസ്റ്റം ലൈഫ് സൈക്കിൾ. അതിന്റെ ഒറിജിനൽ ടൈം സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്നാണ്, SDLC എന്ന് പറയും. സിസ്റ്റം ലൈഫ് സൈക്കിൾ എന്നാണ് സിലബസ് തന്നേക്കുന്നത്. സോ അതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. അത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന സബ്ജക്റ്റില് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. S5 ഒക്കെ ആകുമ്പോൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ഓക്കെ, S5 S6 ഒക്കെ ആ ടൈമിൽ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ്. S5-ൽ പഠിക്കും. ഓക്കെ, അതിൽ നിന്ന് ചെറിയൊരു ടോപ്പിക് ഇവിടെ പറയുന്നുണ്ട്, സിസ്റ്റം ലൈഫ് സൈക്കിൾ. അത് കൂടാതെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. സിലബസിൽ കിടപ്പില്ല, പക്ഷേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടൊരു ടോപ്പിക് ആയിരുന്നു വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ. ആ 2 ക്വസ്റ്റ്യൻ, ഇത് രണ്ടും ഗൂഗിളിലും സെർച്ച് ചെയ്താൽ കിട്ടും. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ നോട്ട്സിനകത്ത് ഈ ടോപ്പിക്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്നോ അല്ലെങ്കിൽ സിസ്റ്റം ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്നോ ഇനി വെറുതെ സിസ്റ്റം ലൈഫ് സൈക്കിൾ എന്നോ ഒക്കെ വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ ഒക്കെ തിയറി ടോപ്പിക്സ് ആണ്. നന്നായിട്ട് ആദ്യം പഠിക്കുക. ഷുവർ ആയിട്ട് ചോദിക്കും കേട്ടോ, കാരണം അത് സിലബസിന്റെ ഫസ്റ്റ് ടോപ്പിക്കായിട്ട് പറയുന്നുണ്ട്. സോ എന്തായാലും അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ദെൻ അൽഗോരിതം, അതുപോലെ സ്യൂഡോ കോഡ്, ഇതൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ആയിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഡെഫിനേഷനും പഠിച്ചു വെക്കുക. സിമ്പിൾ ടോപ്പിക്സ് ആണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ്. അതിനുശേഷം ഒരു അൽഗോരിതം എങ്ങനെ അനലൈസ് ചെയ്യാം, ബേസ്ഡ് ഓൺ ടൈം ആൻഡ് മെമ്മറി, ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി. അൽഗോരിതം അനാലിസിസ്, ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, ഫ്രീക്വൻസി കൗണ്ട്, അതുപോലെ തന്നെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ്, അതിന്റെ പ്രോബ്ലംസ്, ഫ്രീക്വൻസി കൗണ്ട് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഓർഡർ ഓഫ് ഗ്രോത്ത് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നുണ്ടായിരിക്കും. സോ ഈ കാര്യങ്ങളാണ് പൊതുവെ ചിലർക്ക് ടഫ് ആയിട്ടുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ടഫ് ആണെന്ന് തോന്നുകയാണെങ്കിൽ തൽക്കാലം അവിടെയുള്ള തിയറി ഏരിയ മാത്രം പഠിച്ചിട്ട് ആ പ്രോബ്ലംസ് സ്കിപ്പ് ചെയ്ത് പോവാം. അല്ല, പ്രോബ്ലംസ് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ പ്രോബ്ലംസ് കൂടെ കവർ ചെയ്ത് പോവാം. ഹാഷിംഗ് മാക്സിമം 60 minutes പറഞ്ഞു. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് മാക്സിമം 2 hours. 3 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹാഷിങ്ങും, അതായത് ലാസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു 50%, അതുപോലെ ഫസ്റ്റ് മൊഡ്യൂളും കംപ്ലീറ്റും പഠിച്ചു തീർക്കാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് മൊഡ്യൂളിലേക്ക് വരണം. ഓക്കെ, സെക്കൻഡ് മൊഡ്യൂളിനകത്ത് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ് അറേസ്. ആപ്ലിക്കേഷൻസ് ഓഫ് അറേ ഉണ്ട്. അവിടെ പോളിനോമിയൽ റെപ്രസെന്റേഷൻ, അതുപോലെ തന്നെ സ്പാർസ് മെട്രിക്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്പാർസ് മെട്രിക്സ്. സ്പാർസ് മെട്രിക്സിനകത്ത് തന്നെ അഡീഷൻ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, ഓക്കെ, അതൊക്കെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആ ടോപ്പിക്സ് ഒക്കെ പലരും സ്കിപ്പ് ചെയ്യും, പക്ഷെ അത് സംഗതി ഈസിയാണ്. ഒരു കുറച്ചു നേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലോജിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് പഠിക്കാനും പറ്റും. ഈ സ്പാർസ് മെട്രിക്സിന്റെ അൽഗോറിതം ചോദിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ. അറേസ് പഠിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന മറ്റൊരു ടോപ്പിക്കാണ് സെർച്ചിങ്.
സെർച്ചിങ്ങിനകത്ത് ലീനിയർ സെർച്ചിങ്ങും ബൈനറി സെർച്ചിങ്ങും രണ്ട് ടൈപ്പ് സെർച്ചിങ് ഉണ്ട്. ലീനിയർ സെർച്ചിങ്ങും ബൈനറി സെർച്ചിങ്ങും. ലീനിയർ സെർച്ച് ഒരു സീക്വൻഷ്യൽ സെർച്ച് പഠിക്കാൻ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 10 മിനിറ്റ് മതിയാവും. 10 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് മതി പഠിക്കാൻ. വളരെ ഈസി ആയിട്ട് പറ്റുന്ന ടോപ്പിക്കാണ്. ബൈനറി സെർച്ച് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിസ്റ്റ് സോർട്ടഡ് ആണെങ്കിൽ മാത്രമേ ആ സെർച്ചിങ് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ബൈനറി സെർച്ച് ചെയ്യുമ്പോൾ തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സോർട്ടഡ് ലിസ്റ്റ് വെച്ചിട്ട് പഠിക്കുക. നെക്സ്റ്റ്, സ്റ്റാക്ക് ആൻഡ് ക്യൂ. സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻസ്. സ്റ്റാക്കിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാക്കിന്റെ ഒരു വർക്കിംഗ്, ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് മെക്കാനിസം, പുഷ് പോപ്പ് ഓപ്പറേഷൻ. മേജർ ആയിട്ടുള്ള 2 ഓപ്പറേഷൻസ് ആണ് പുഷ് പോപ്പ് ഓപ്പറേഷൻസ്. അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്, അണ്ടർഫ്ലോ, ഓവർഫ്ലോ, ഇതൊക്കെ ചെക്ക് ചെയ്യുന്നു. ഇവിടെ ഇപ്പൊ വരുന്ന മറ്റൊരു കാര്യം സ്റ്റാക്കിന്റെ ആപ്ലിക്കേഷൻ ആണ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും റൈറ്റ് ഡൗൺ 3 ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാക്ക്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ എനി 3 ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാക്ക് എന്നൊക്കെ ചോദിക്കാം. ഇതിനകത്ത് 2 അൽഗോറിതംസ് പഠിക്കുന്നുണ്ട്. ഇൻഫിക്സ്ഡ് പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ അൽഗോറിതം ഉണ്ട്, പോസ്റ്റ് ഫിക്സ് ഇവാലുവേഷനും അൽഗോറിതം ഉണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ അത് നന്നായിട്ട് പഠിക്കണം. ദെൻ ക്യൂ. ക്യൂവിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കുന്നത് ക്യൂവിന്റെ മെക്കാനിസം, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെക്കാനിസം, ക്യൂവിന്റെ മേജർ ഓപ്പറേഷൻസ് NQ, DQ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യൂ ഉണ്ട്. സർക്കുലർ ക്യൂ എത്തുമ്പോൾ വീണ്ടും അതിന്റെ അൽഗോറിതം പഠിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു മോഡ് വരുന്നുണ്ട്. ആ മോഡ് എന്തിനാണെന്നുള്ളത് സർക്കുലർ ക്യൂവിന്റെ അൽഗോറിതം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അതുപോലെ പ്രയോറിറ്റി ക്യൂ, ഡെക്ക്, ഡബിൾ എൻഡഡ് ക്യൂ എന്ന് പറയും. അപ്പൊ അതിനകത്ത് തന്നെ വീണ്ടും ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ക്യൂ, ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് ക്യൂ, ഇങ്ങനെ ക്യൂവിന്റെ ഡിഫറെന്റ് ടൈപ്സിനകത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടുതൽ ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ്, മൊഡ്യൂൾ 3. ഇവിടെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് കേട്ടോ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, അതുപോലെ തന്നെ മെമ്മറി മാനേജ്മെന്റ് സ്കീംസ് ഉണ്ട്. ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേർസ്റ്റ് ഫിറ്റ്, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഇതിന്റെ പ്രോബ്ലംസും ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ പഠിക്കാനായിട്ട് വളരെ കുറച്ച് സമയം മതിയാകും. തൽക്കാലം 3rd മൊഡ്യൂളിനകത്തുള്ള ലിങ്ക്ഡ് ലിസ്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക. ഓക്കെ, അതൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം. ദെൻ നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് പോവാം. മൊഡ്യൂൾ 4. അവിടെ ട്രീ, ഗ്രാഫ്, ഇങ്ങനെ 2 ആൾക്കാരുണ്ട്. അതിൽ ട്രീ തൽക്കാലം ഹോൾഡ് ചെയ്യുന്നു. നേരെ ഗ്രാഫിലേക്ക് പോകുന്നു. ഗ്രാഫിന്റെ ടെർമിനോളജീസ്, ഗ്രാഫിന്റെ റെപ്രസെന്റേഷൻ, ഗ്രാഫ് ട്രാവേഴ്സൽ, BFS, DFS, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, അതുപോലെ ഗ്രാഫിന്റെ ആപ്ലിക്കേഷൻസ്. ഞാൻ ഇതുവരെ പറഞ്ഞ ടോപ്പിക്സ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ആകെ വേണ്ടത് 8 മണിക്കൂറാണ്. 8 മണിക്കൂർ നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ടോപ്പിക്സ് പഠിച്ചെടുക്കാൻ പറ്റും. 8 മണിക്കൂറാണ് ബാക്കി എല്ലാ ടോപ്പിക്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ ബാക്കി വരുന്ന 3 ടോപ്പിക്സ് നിങ്ങൾക്ക് നോക്കുമ്പോൾ ആ സബ്ജക്റ്റിൽ ആകെ പഠിക്കാനുള്ളത് ലിങ്ക്ഡ് ലിസ്റ്റും അതുപോലെ തന്നെ സോർട്ടിങ്ങും പിന്നെ ട്രീസും ആണ്. ഇതിൽ ചിലർക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എളുപ്പമായിരിക്കും, ചിലർക്ക് ട്രീസ് ആയിരിക്കും കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് വരുന്നത്, ചിലർക്ക് സോർട്ടിംഗ് ആയിരിക്കും. സോർട്ടിങ്ങിന്റെ അകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോർട്ടിംഗ് അൽഗോറിതംസ് വരും. സോ അത് കണ്ടിന്യൂസ് പഠിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എടുക്കാം. സോർട്ടിങ്ങിനകത്ത് 2 അൽഗോറിതം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഡെഫിനേഷനും ഈ കാര്യങ്ങളൊക്കെ പഠിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് സോർട്ടിങ്ങിനകത്ത് 1-2 അൽഗോറിതം പഠിക്കാം. സോ കഴിയുന്നതും എല്ലാ അൽഗോറിതംസ് ഒരുമിച്ച് പഠിക്കാതെ മാക്സിമം ഒരു 3 അൽഗോറിതം മാക്സിമം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം ബാക്കി 3 അൽഗോറിതംസ് പഠിക്കുക. സിംഗിൾ സ്ട്രെച്ചിലിരുന്ന് എല്ലാ അൽഗോറിതംസ് പഠിക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു ഐഡിയയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 8 മണിക്കൂർ കൊണ്ട് നമ്മൾ ഏകദേശം നല്ലൊരു ടോപ്പിക്സ് കവർ ചെയ്തു. ബാക്കി വരുന്ന 3 ടോപ്പിക്സ് ആണ് ഞാൻ ലാസ്റ്റ് പഠിക്കാൻ പറയുന്നത്. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് കൺവീനിയന്റ് ആവുന്ന ഏതെങ്കിലും 2 ടോപ്പിക്ക് പഠിച്ചു പോവുക. പെട്ടെന്ന് സബ്ജക്ട് പഠിച്ചു തീർക്കാൻ പറ്റും. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ ഫ്രണ്ടിലുള്ളൂ. പെട്ടെന്ന് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.